ദീപക് മോഹൻ തുടരുന്നുണ്ട്. ദീപക്, അദ്ദേഹം MLA പറയുകയായിരുന്നു, ഈ പാലം തകർന്നതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടാണ് രക്ഷാപ്രവർത്തനത്തിന് അനുഭവപ്പെടുന്നത്. ഹെലികോപ്റ്റർ എത്തിക്കാവുന്ന ഒരു സാഹചര്യമുണ്ടോ? അവിടെ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിച്ചിരുന്ന ഒരു ഹൈസ്കൂളിലേക്ക് വരെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പലരെയും ആശുപത്രികളിലേക്ക് മാറ്റി എന്ന വിവരം കൂടി വരുന്നുണ്ട്. വിനീത, നേരത്തെ ഈ പുലർച്ചെ 2:30 കൂടിയാണ് ഇത്തരത്തിൽ വലിയ ഉരുൾപൊട്ടലുണ്ടായത്. ഈ ഉരുൾപൊട്ടലിനെ തുടർന്ന് ചൂരൽമലയിലുള്ള ടൗണിലെ ഈ പാലമാണ് തകർന്നത്. ഒരു പാലം, ക്ഷേത്രത്തിലേക്ക് കടക്കുന്ന പാലം തകർന്നതിനെ തുടർന്നാണ് നിരവധി ആളുകൾ അപ്പുറത്തെ കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയുള്ളത്. നേരത്തെ തന്നെ ഈ പ്രദേശവാസികൾ ഹെലികോപ്റ്റർ എത്തിച്ച് രക്ഷപ്പെടുത്തണം അവരെ എന്നുള്ള ഒരു ആവശ്യം ഈ രക്ഷാപ്രവർത്തകർക്ക് മുൻപിൽ അവരോട് പറഞ്ഞിരുന്നു. ഇപ്പോൾ രക്ഷാപ്രവർത്തകർ അവരെ അവിടെ നിന്ന് പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. പക്ഷേ NDRF സംഘമാണ് ഇപ്പോൾ സ്ഥലത്തേക്ക് എത്തിയിട്ടുള്ളത്. ഈ ഹെലികോപ്റ്റർ എത്തിക്കുക എന്നുള്ളത് ഇപ്പോഴുള്ള കാലാവസ്ഥയിൽ കൂടുതൽ കാര്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. മാത്രമല്ല ഈ NDRF സംഘം ഈ സ്ഥലത്തേക്ക് എത്തി ചൂരൽമലയിലെ ടൗണിലെ ചളി ആദ്യം നീക്കം ചെയ്തതിനു ശേഷമായിരിക്കണം മുൻപോട്ടേക്ക് പോകുക. അതായത് ചൂരൽമലയിൽ നിന്ന് ഒരു 8 കിലോമീറ്ററോളം ദൂരത്തിൽ തന്നെ അപ്പുറത്ത് തന്നെയാണ് മുണ്ടക്കൈ. ആ ഭാഗത്തേക്ക് എത്താനുള്ള പ്രദേശം മുഴുവൻ തന്നെ വലിയ തോതിൽ ചളിയും മണ്ണും വന്നടിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല 4:30 മുണ്ടക്കൈ ഭാഗത്ത് രണ്ടാമതൊരു ഉരുൾപൊട്ടൽ കൂടി ഉണ്ടായി എന്നും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ ഭാഗത്ത്, അതായത് മണ്ണിൽ അപ്പുറത്ത് കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഈ പാലത്തിനോട് ചേർന്ന പ്രദേശത്ത് വലിയ തോതിൽ മണ്ണിടിഞ്ഞ് വന്നിട്ടുണ്ട്. മാത്രമല്ല ഈ ഭാഗത്ത് വ്യാപാര സ്ഥാപനങ്ങളുടെ ഒരു ബാർബർ ഷോപ്പ് ഉണ്ടായിരുന്നു. അക്ഷയ സെന്റർ മുഴുവനായും തന്നെ തകർന്ന് വെള്ളത്തിലേക്ക് പോയി എന്നാണ് കണ്ട പ്രദേശവാസികൾ നമ്മളോട് പങ്കുവച്ചത്. തൊട്ടടുത്ത് തന്നെ മറ്റൊരു ഹോട്ടലുണ്ട്. ഈ ഭാഗങ്ങളെല്ലാം തന്നെ ചൂരൽമല എന്ന് പറയുന്ന ചെറിയൊരു അങ്ങാടി മുഴുവനായും വലിയ കുത്തൊഴുക്കിൽ ഒരു നിമിഷത്തെ ആർത്തലച്ചു വന്ന ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾക്കായുള്ള തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല ചില പരിക്കേറ്റ ആളുകളെ ആശുപത്രിയിലേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. വൈത്തിരി താലൂക്ക് ആശുപത്രിയിലേക്ക് കുറച്ച് ആളുകളെ ഇവിടെ നിന്ന് രക്ഷാപ്രവർത്തകർ പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകളെ പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അമ്പലക്കുന്ന്, അതുപോലെ തന്നെ പുഞ്ചിരിമട്ടം, മേൽമുണ്ടക്കൈ തുടങ്ങിയ പ്രദേശങ്ങൾ ഏറ്റവും കൂടുതൽ ഈ തൊഴിലാളികൾ, അതായത് തോട്ടം തൊഴിലാളികൾ ഒരുമിച്ച് താമസിക്കുന്ന ഒരു പ്രദേശമാണ്. ഈ പ്രദേശത്താണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു ദുരന്തമുണ്ടായത്. മാത്രമല്ല ആ സമയത്ത് തന്നെ 2 മണിയോടുകൂടി ഈ ഭാഗത്ത് ഉള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതോടുകൂടി എല്ലാവരുടെയും ഫോണുകളിലേക്കുള്ള ബന്ധവും നമുക്ക് നഷ്ടമായി. മാത്രമല്ല ഈ ഭാഗത്തെ പ്രദേശത്തെ ആളുകളോടൊക്കെ നമ്മൾ സംസാരിച്ച സമയത്ത് അവർ കൃത്യമായി നമ്മളോട് പറയുന്നുണ്ടായിരുന്നു ഇത്തരത്തിൽ അങ്ങോട്ടേക്ക് പോകുക, അതായത് ആ ഭാഗത്തെ കൂടുതൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ. ഏതായാലും ഈ ഭാഗത്തിപ്പോൾ ഫയർഫോഴ്സും ഒപ്പം NDRF സംഘവും തിരച്ചിൽ നടത്തുന്നുണ്ട്. കൂടുതൽ വീടുകൾ, അതായത് ഈ അമ്പലക്കുന്ന്, പുഞ്ചിരിമട്ടം തുടങ്ങിയ പ്രദേശത്തിനോട് ചേർന്നുള്ള ഭാഗത്തെ കൂടുതൽ വീടുകളിലെ ആളുകളെ പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വൈകിട്ടോടുകൂടി കനത്ത മഴയുണ്ടായിരുന്നു. ഈ ചൂരൽമല ടൗണിനോട് ചേർന്ന പ്രദേശത്തെ ചെറിയൊരു തോടുണ്ട്. അതായത് ഈ ഇരവഞ്ഞിപ്പുഴയുടെ ഉത്ഭവസ്ഥാനം എന്ന് പറയാം. മേപ്പാടി ഇരവഞ്ഞിപ്പുഴയുടെ ഉത്ഭവസ്ഥാനത്തോട് ചേർന്ന ഈ പ്രദേശത്താണ് ഇത്തരത്തിൽ ചെറിയ ഒരു തോട്. ഈ തോട്ടിലൂടെയാണ് വലിയ ഉരുൾപൊട്ടലായി തൊട്ടടുത്ത പാറയിൽ വലിയ മലയിൽ നിന്നും പുറത്തേക്ക് എത്തിയത്. ഏതായാലും ഇപ്പോൾ ഈ ദുരന്ത നിവാരണ സേന ഇപ്പോൾ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. കൂടുതൽ ആളുകൾ ഇപ്പോൾ ഈ സ്ഥലത്തേക്ക് വരുന്നുണ്ട്. ശരി ദീപക്, തുടരുക.